പറഞ്ഞു വന്നത് തെരഞ്ഞെടുപ്പ് രംഗം ചൂടാവുന്ന കാര്യമാണല്ലോ. സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ലെങ്കിലും കോൺഗ്രസ് വോട്ട് പിടിക്കാൻ തുടങ്ങി. അങ്ങേര് വരാൻ പോവാ രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്തിന്റെ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള പടപ്പുറപ്പാടിൽ കേരളത്തിന്റെ ജനാധിപത്യ പൊതുസമൂഹം രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ട് എന്നുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ഈ ജനമഹാറാലി നാം ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെ ആണങ്ങടെ കൂട്ടൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയാത്ത ഇവര് ഈ രാജ്യത്തെ എങ്ങനെ രക്ഷിക്കും? എന്നാ ചെയ്യാൻ കഴിയും ഇവർക്ക്? സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പറ്റാത്തത് കോൺഗ്രസിന് മാത്രമാണ് കേട്ടോ. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ തയ്യാറാക്കിയതിനു ശേഷമാണ് പാർട്ടി രജിസ്റ്റർ ചെയ്തത് തന്നെ. പ്രിയമുള്ളവരെ, ഈ വേദിയിൽ രണ്ട് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾ മലപ്പുറത്തിന്റെ പ്രിയങ്കരനായ പുത്രൻ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പൊന്നാനിയിൽ ഏറെ ആവേശത്തോടുകൂടി മത്സരരംഗത്ത് മുന്നോട്ട് പോയി ജനാധിപത്യ മുന്നണികളെ അതിശക്തനായ നേതാവ് ശ്രീ ET മുഹമ്മദ് ബഷീർ MP അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രചരണത്തിന്റെ ഉദ്ഘാടനമായതിനാൽ കോൺഗ്രസ് ലീഗിന്റെ സ്ഥാനാർത്ഥികളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അന്തിമ വിശകലനത്തിൽ രണ്ടും ഒന്നാണല്ലോ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇത് നാണംകേടാണ്. അതുകൊണ്ടുണ്ടല്ലോ ഇവരെ ഒന്നും നമ്പുന്നവന്റെ കാര്യം പോക്കാം. എങ്ങനെ എത്രയും വേഗം ഇവരെ ഓടിച്ചിട്ട് തോപ്പിക്കുക എന്ന പണിയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ, ഇന്ത്യൻ ജനത ചെയ്യേണ്ടതാണ്. അല്ലാതെ പിന്നെന്താ? കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അല്പം ജാഗ്രത കുറവുണ്ടായി. അതുകൊണ്ടാണ് ഇതൊക്കെ കേൾക്കേണ്ടി വന്നത്. കുറച്ചുകൂടെ ജാഗ്രത ഈ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. വന്നു ഇനിയെങ്കിലും ഒട്ടും സമയം കളയാതെ മുന്നോട്ട് പോകും. കാരണം ജനങ്ങൾ കോൺഗ്രസിന് അനുകൂലമാണ്. ജനങ്ങൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരണം, കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ ആഗ്രഹിച്ചിട്ട് എന്തു കാര്യം? കോൺഗ്രസിന് എഴുന്നേറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തന്നെ ശ്രമിക്കണ്ടേ? ഏതായാലും പൊളിമിക്സ് പോവുകയാണ്. നന്ദി, നമസ്കാരം.